ഇത് ഈ ഇത്ര വലിയ യു സി കോളേജിലാ. ആ അത് പിന്നെ അത് എന്താ പറയുക, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ അവരുണ്ടായൊരു അദ്ദേഹത്തിന്റെ മകനൊരു അമേരിക്കയിലുള്ള ഒരാളെ കണ്ട അദ്ദേഹത്തിന് വലിയ കാശുകാരനാ. ഏകദേശം അദ്ദേഹം മരണാനന്തര കർമ്മങ്ങൾ മൊത്തം ചെയ്തു കൊടുത്ത്. അതായത് പള്ളിയിൽ അടക്കാൻ ചെയ്യണം. ഇപ്പൊ നമ്മൾ സാധാരണ ഒരു പെട്ടിയൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ സാധാരണ പെട്ടി വാങ്ങാറുള്ളൂ. അപ്പൊ അവർക്കത് പറ്റില്ല, സ്റ്റാൻഡേർഡ് വേണം. സ്റ്റാൻഡേർഡ് പെട്ടി എന്നൊക്കെ പറഞ്ഞ ഒരു 12,000 രൂപ മേപ്പോട്ട് വരും. നമ്മള് 4,000 രൂപ 3,500 ആ റേഞ്ച് പെട്ടി പോകുമ്പോൾ അവർക്ക് അത് പറ്റില്ല. കാരണം ഏകദേശം എത്ര രൂപ പൂക്കൾ, 16,000 രൂപ പൂക്കൾ അല്ലേ ഉണ്ടായിരുന്നു. ഞങ്ങൾ 2,000 രൂപ പൂക്കൾ വാങ്ങുമ്പോൾ അതൊക്കെ വാങ്ങി ഏകദേശം 75,000 രൂപയുടെ സാധനങ്ങൾ മാത്രം വാങ്ങി. 4 സെക്യൂരിറ്റിക്കാര് 2 ദിവസം എല്ലാ കാര്യങ്ങൾക്കും ഉൾപ്പെടെ 75,000 രൂപ ചിലവാക്കിയിട്ട് അത്രയും പൈസ നമ്മൾ 50,000 രൂപ എന്ന് പറഞ്ഞ് 50,000 രൂപ പുള്ളി പോയി കളഞ്ഞു. നമുക്ക് നഷ്ടല്ലേ. 25,000 കയ്യിൽ നിന്ന് പോയി. ബാക്കി ഇത് ചെലവായ പൈസ പിന്നെ ഇവർക്ക് ശമ്പളമൊക്കെ കൊടുക്കണ്ടേ, പണിക്കാർക്ക് കൊടുക്കണ്ടേ, അത് സാധനങ്ങൾ വാങ്ങിയത്. ഇങ്ങനെയൊക്കെ കാശുള്ളവരെന്ന് മാത്രം. ബാക്കി പാവപ്പെട്ടവരാരും ഇന്നുവരെ അങ്ങനത്തെ ഒരു വരാണ്ടിരുന്നുള്ള 10 രൂപ കൂടാൻ പറ്റുള്ളൂ പാവപ്പെട്ടവരാണെങ്കിൽ. എവിടെ രാഷ്ട്രീയക്കാരും കാശുള്ളവർ പൈസ തരാണ്ട് പോയിട്ടുള്ളൂ. രാഷ്ട്രീയക്കാരെല്ലാവരും തരാണ്ട് കേട്ടോ, എല്ലാ രാഷ്ട്രീയക്കാരും തരാണ്ട്. ഒന്നിനൊന്ന് എല്ലാവരും കണക്കാം. അത് പിന്നെ ഒരാളെ പറയാൻ പറ്റില്ല. ഭരണത്തിലിരിക്കണവരെ എടുത്തുണ്ട്, ഇല്ലാത്തവരെ എടുത്തിട്ടുണ്ട് മക്കളെ അവരൊക്കെ. അതൊക്കെ പോകും. അപ്പോൾ സാറന്മാർ പൈസ തരും.